ഈ ഒരു 7 AM ക്ലബ് ആണെന്നുള്ളത്. ഒരുപാട് ടാസ്കുകൾ അല്ലെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് കോണ്ടസ്റ്റുകൾ കൊടുത്തിട്ടും അവർക്ക് ഒരുപാട് ക്രൈറ്റീരിയകൾ കൊടുത്തിട്ടുമാണ് ഈ ഒരു മോർണിംഗ് സൂമിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അവര് ആദ്യം നമ്മുടെ നിർബന്ധത്തിന് വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ പോലും, പിന്നെ അവരുടെ ലൈഫിൽ അത് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അത് തന്നെയാണ്. ഇവിടെ കിട്ടുന്ന എഡ്യൂക്കേഷൻ ഇത് നമുക്ക് എവിടുന്നും കിട്ടാത്തൊരു സംഭവം തന്നെയാണ്. അപ്പൊ ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ മാക്സിമം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇപ്പോ ഈ ഒരു സമയത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു മോർണിംഗ് സൂമിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 7 പോയിന്റുകളാണ്. 7 എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് സക്സസ്. നമുക്ക് മാർക്കറ്റിംഗിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക ഒരു എസെൻഷ്യൽ എലമെന്റ്സ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോ നമ്മൾ ഒരുപാട് കേട്ട് പരിചയിച്ചതാവാം, നമ്മൾ ഈ ഒരു ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഈ ഒരു പോയിന്റ്സ്, ചില ആളുകൾക്ക് കേൾക്കാത്ത ആളുകൾക്ക് ഇതൊരു അവർക്ക് പോവാനുള്ള വഴി അല്ലെങ്കിൽ അവർക്ക് തിരുത്താനുള്ള ഒരു വഴിയാണ്. പക്ഷെ കേട്ട ആളുകൾക്ക് ഇതൊന്നും റിമൈൻഡർ ആണെന്ന് മാത്രം നിങ്ങൾ കാണാം. ഒരറിവും ചെറുതല്ല, നമുക്ക് കിട്ടുന്ന ചെറുതാണെന്നുണ്ടെങ്കിലും അത് ചിലപ്പോ നമുക്ക് ആ ഒരു ടൈമില് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത് മാത്രമായിരിക്കും. ചില ആളുകൾക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ മാർക്കറ്റിംഗ് പഠിച്ചു അല്ലെങ്കിൽ ഇവിടെ എന്താണെന്നുള്ളത് പഠിച്ചു, ബിസിനസ് എന്താണെന്ന് വെച്ചോ, പ്ലാൻ പഠിച്ചു, എല്ലാം പഠിച്ചു, ഇനിയും ഞാൻ എന്തിനാണ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇനിയും ഞാൻ എന്തിനു 7 AM ക്ലബ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയും ഞാൻ എന്തിനു BOP കേൾക്കണം അല്ലെങ്കിൽ BBS കേൾക്കണം. ഇത് പക്ഷെ നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു BOP നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു BBS ഒരു 8 or 10 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അത് എൻ്റെ ടീമിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം നമ്മൾ ട്രൈ ചെയ്യുക. നമ്മൾ പഠിച്ചാൽ മാത്രം പോരെ അല്ലെ, നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കൂടി റെഡി ആയെങ്കിൽ മാത്രമേ നല്ലൊരു ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ നമുക്കുള്ളത് ഒരു വിഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചൊക്കെ ചെയ്തിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോയാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൊന്നും റിസ്ക് എടുക്കണ്ട. 7 AM ക്ലബോ അല്ലെങ്കിൽ ഇവിടെ എംപവറിന്റെ സിസ്റ്റമോ നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. നമുക്ക് അത് ഇന്നലെ പിന്നെ അനസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മളൊരു ലെജൻഡ് അല്ലെങ്കിൽ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിച്ചിട്ടുള്ള ഒട്ടുമിക്ക വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ പറയുന്ന ഒരു സംഭവം, അവരില്ലാത്തൊരു ടൈമിലും അല്ലെങ്കിൽ അവർ ഈ ഒരു ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും അവരുടെ ആ ഒരു പേര് അറിയപ്പെടുന്ന രീതിയിലേക്ക് അവർക്ക് എന്തെങ്കിലും ഒക്കെ ഇവിടെ ചെയ്തിട്ട് പോകണം എന്നുള്ളത് പറയുന്നത്. അതുപോലെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാനും. നമ്മൾ ജീവിച്ചു മരിച്ചു എന്നുള്ളതിന് നമ്മളെ കാലശേഷം കഴിഞ്ഞാലും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു സൈൻ ബാക്കി വെച്ചിട്ട് വേണം നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്. അപ്പം ആ ഒരു രീതിയിലേക്ക് നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ഈ ബിസിനസ് എന്നില്ല, ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോയിൻഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് നമ്മൾ ആത്മാർത്ഥതയോടെ കോൺഫിഡൻസോട് കൂടി ഏറ്റെടുക്കുക. അതിൽ എന്താണ് ചെയ്യേണ്ടത് അതിന്റെ ആ രീതിയിലേക്ക് അപ്ലയൻസ് പോയ വഴി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാൻ എളുപ്പമാണ് അല്ലെ. അവര് വെട്ടിത്തെളിച്ചു പോയതാണ്, കാരണം അവർക്ക് അറിയൂല എങ്ങോട്ടാ പോകേണ്ടത്. പക്ഷെ അവിടെ ഒരുപാട് ഫെയിലിയറുകളും ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രയാസങ്ങളും നേരിട്ടിട്ട് അവര് നമുക്ക് വേണ്ടിയിട്ട് ഒരു വഴി തുറന്നിട്ട് നമുക്ക് സിമ്പിൾ ആണ് പോവാന്. അവര് 4 വർഷം കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ നടക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അവര് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും അവര് നോളജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പം എല്ലാവരും നോട്ട് ചെയ്യുക, ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇതിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു മോർണിംഗ് സൂം എടുക്കുന്നത് കൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉള്ളൂ, നിങ്ങൾക്കും ബെനിഫിറ്റ് ഉള്ളൂ. ഈ ഒരു മണിക്കൂർ സമയം എന്റേത് മാത്രമല്ല, ഈ ഇരിക്കുന്ന ആളുകളുടേതൊക്കെ ഈ ഒരു മണിക്കൂർ സമയം എന്ന് പറയുന്നത് വാല്യുബിൾ ആയിട്ടുള്ളതാണ്. ആ എന്റെ ഈ ഒരു സമയം ഞാൻ എന്തിനു ചെലവാക്കി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്ലിക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മള് ടോപ്പിക്കിലേക്ക് കിടക്കാം. പറഞ്ഞു മാർക്കറ്റിംഗിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് ആണ് അല്ലെ. മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മൈൻഡ് സെറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ
അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത മൈൻഡ് സെറ്റിലൊക്കെ ഇപ്പൊ എന്തിരിക്കുന്നു അതൊന്നും അല്ലല്ലോ. ഇവിടെ ആക്ടിവിറ്റി അല്ലോ, നമ്മൾ ബിസിനസ് ചെയ്യുക സക്സസ് ആവുക. പക്ഷെ മൈൻഡ് സെറ്റ് ഇല്ലാണ്ട് നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്തിട്ടോ നിങ്ങൾ എങ്ങനെ കൊടുത്തിട്ടോ കാര്യമില്ല. ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഇതിന് അത്രയും വാല്യബിൾ ആയിട്ട് ഉള്ള ഒരു പോയിന്റ് തന്നെയാണ് അത്. കാരണം ഈ ഒരു എംപ്ലോയി, കാരണം ഓൾറെഡി നിങ്ങൾ ഒരു ബിസിനസ് ചെയ്ത ആളുകളോ ഒരു സെൽഫ് എംപ്ലോയിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ടെങ്കിലും നിങ്ങളെ മൈൻഡ് സെറ്റിൽ ഒരു മാറ്റം വന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. അറിയാലേ, അവർക്ക് എന്തെങ്കിലും ഒക്കെ ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മൾ എഡിസന്റെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് അല്ലെ. തോമസ് ആൽവ എഡിസൺ, നമ്മളെ ബൾബ് കണ്ടുപിടിച്ച വ്യക്തി. അദ്ദേഹം എന്താ പറയാ, ഒരു സ്കൂള് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ടീച്ചർ അദ്ദേഹത്തിന്റെ അമ്മക്ക് എഴുതിയ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ ഒരു കുറിപ്പ് അമ്മക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മകന്റെ കയ്യിൽ കൊടുത്തു വിടുന്ന സമയത്ത് ആ അമ്മ അത് വായിച്ചിട്ട് മകൻ ചോദിച്ചു, എന്താ അമ്മ എന്റെ ടീച്ചർ എന്നെ കുറിച്ച് എഴുതിയിട്ടുള്ളത്, എന്താണ് അവരെന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റൂല, കാരണം അത്രയും ബ്രില്യന്റ് ആണ്. ഇവിടെ അവന് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളോ അവനെ പഠിപ്പിക്കാൻ അത്രയും നോളജ് ഉള്ള ടീച്ചേഴ്സോ ഇല്ല. അതുകൊണ്ട് ഈ ഒരു സ്കൂളിൽ നിന്ന് അവൻക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതിലപ്പുറം, അല്ലെങ്കിൽ അവന് ഉണ്ടാക്കിയെടുത്ത നോളജിനേക്കാൾ അപ്പുറം ഞങ്ങൾക്കൊന്നും കൊടുക്കാനില്ല, അത്രയും ബ്രില്യന്റ് ആണ് നിങ്ങളുടെ മകന് എന്നാണ് ആ ടീച്ചർ എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ആ എഡിസന് മൈൻഡിൽ വിചാരിച്ചിട്ടുള്ളത്, ഓക്കെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്റെ മൈൻഡ് സെറ്റില് അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കാലിബർ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു, അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചൊക്കെ അല്ലെ, 100 തവണ പരാജയപ്പെട്ടിട്ടാണ് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചത്. അപ്പൊ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഈ 100 തവണ പരാജയപ്പെട്ടു എന്തുകൊണ്ട് ഇത് നിർത്താൻ? അപ്പൊ 100 തവണ ഞാൻ പരാജയപ്പെട്ടതല്ല, 100 മെത്തേഡുകൾ ഞാൻ കണ്ടുപിടിച്ചതാണ്. ബൾബ് കണ്ടുപിടിക്കാനുള്ള 3 മെത്തേഡുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഫെയിലിയർ എന്ന് പറയുന്നതോ റിജക്ഷൻസ് എന്ന് പറയുന്നതോ ഒന്നും അത് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട്, അല്ലെങ്കിൽ എവരി എന്താ പറയാ ഫെയിലിയർ, പിന്നെ ആ ഒരു എന്താ പറയാ, ഏതൊരു ഫെയിലിയറും ആ ഒരു സക്സസിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് അല്ലെ. നമ്മുടെ സക്സസിലേക്ക് എത്താനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ് ഓരോ ഫെയിലിയറും. അപ്പോ വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ച് ഒരു ദിവസം ആ ഒരു ഡയറി എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഡയറിയിൽ ആ ഒരു കുറിപ്പ് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് എടുത്തു നോക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ടീച്ചർ എഴുതിയ ഒരു കുറിപ്പ് വായിക്കുകയാണ്. അതിൽ ഇങ്ങനെയായിരുന്നു, എന്താണ്, നിങ്ങളുടെ മകന് ഇത്രത്തോളം മണ്ടനായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രത്തോളം വിവരമില്ലാത്ത, അല്ലെങ്കിൽ ഇത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു വ്യക്തിനെ പഠിപ്പിക്കാൻ ഇവിടെ സാധ്യമല്ല. അവന് ഈ ഒരു എന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ മന്ദബുദ്ധി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ. നമ്മൾ പല ഈ ഒരു എന്ത് പറഞ്ഞാലും പഠിക്കാൻ ഉഷാറല്ലാത്ത, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്താൽ മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ട് അദ്ദേഹത്തിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരു സിറ്റുവേഷൻ ആണ് ആ അമ്മക്ക് ആ ഒരു ടീച്ചർ അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. പക്ഷെ ആ അമ്മ അത് പോസിറ്റീവായി എടുത്ത് മകന്റെ മൈൻഡിൽ, മകന്റെ മൈൻഡ് സെറ്റിനെ തളർത്താത്ത രീതിയിൽ ആ അമ്മ അത് മകനെ അത്രയും ലോകമറിയുന്ന ഒരു ശാസ്ത്രജ്ഞനായിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരൊറ്റ അമ്മയുടെ വാക്കുകൊണ്ട് മാത്രമാണ്. അപ്പം അവിടെ ആ മകന്റെ കഴിവെല്ലാം നമ്മൾ ഇതാക്കേണ്ടത്, അല്ലെ കഴിയൂലാന്ന് ടീച്ചേഴ്സ് വിധി എഴുതിയിട്ടുള്ള ഒരു വ്യക്തി ആ ഒരു ഒറ്റ അമ്മയുടെ ഒറ്റ കോൺഫിഡൻസിന് പുറത്ത് ലോകമറിയുന്ന ഒരാളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് മൈൻഡ് സെറ്റ്. അത് നമ്മളിൽ വിശ്വസിക്കുക, ബിലീവ് യുവർ സെൽഫ്. നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് നടക്കൂല. ഇവിടെ ഓരോരുത്തരും വലിയ രീതിയിൽ അച്ചീവ്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ആ അവക്ക് നടക്കും, അല്ലെ അവന് നടക്കും. എന്തുകൊണ്ട് എനിക്ക് നടക്കൂല? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് കൊടുത്ത അതേ കഴിവ് തന്നെയാണ് നമുക്കും തന്നിട്ടുള്ളത്. അവർക്ക് കൊടുത്ത കാലും കൈയും കണ്ണും മുഖം ഒക്കെയാണ് പഠിച്ചവനെ നമുക്കും തന്നിട്ടുള്ളത്. പഠിച്ചവനെ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളതും അവരെ പോലെ തന്നെ ബുദ്ധിയും വിവേകവും വിവേചനവും ഒക്കെ തന്നിട്ട് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മളെ മൈൻഡ് സെറ്റ് തന്നെയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു മെന്ററെ നമ്മൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാന്, നമുക്ക് ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാന് നമ്മൾ ഒരാളെ
ഇതാക്കുക എന്നുള്ളത്. അതല്ലേ നമ്മുടെ ചിലപ്പോ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ ഹീൽ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ പരിഹരിക്കാനോ ചിലപ്പോൾ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പൊ നമുക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്. നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ഉഷാറല്ലേ. നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത്, നമുക്കൊരു നെഗറ്റീവ് വരുന്ന സമയത്ത് അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു മെന്റർ ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പൊ ആദ്യം നമ്മളിൽ വിശ്വസിക്കുക, എന്നെ കൊണ്ട് പറ്റും, നടക്കും. ഓക്കെ, അപ്പോ മൈൻഡ് സെറ്റ് എല്ലാവരും ഇതാക്കുക. എന്തിനാണ് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവുക. ഈ ഒരു എംപ്ലോയി നമ്മള് പല കാറ്റഗറൈസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെ ആ ഒരു ക്യാഷ് ഫ്ലോ കോർഡിനേറ്റിൽ പറയാറുണ്ട് എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് മാറണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് മാറുക. പിന്നെ അവിടെ റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ഒരു അച്ഛനും ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ഒരു അച്ഛനുമാണ് അവിടെ കമ്പാരിസൺ നടത്തുന്നത്. അപ്പോ എന്തുകൊണ്ട് അവിടെയുള്ള ആ ഒരു വ്യക്തി ആ ഒരു രീതിയിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക, നമ്മളോട് കൂട്ടുകൂടുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണോ ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ അവരോട് മാത്രം കൂട്ടുകൂടുക, നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുന്ന ആളുകളുടെ അടുത്ത് മാത്രം നിൽക്കുക. ഒന്നും നടക്കൂല, ഒന്നും പറ്റൂല എന്ന് പറയുന്നത് നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. എന്നെ കൊണ്ട് നടക്കും എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി റെഡി ആവുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് പോയിന്റ് മൈൻഡ് സെറ്റ് ആണ്. രണ്ടാമത് പറയുന്നത് വിഷനാണ്. ഓക്കെ, വിഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലേ, വിഷനും നമ്മളെ ഗോളും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് കേട്ടോ. ചില ആളുകൾ ഗോള്, വിഷന്, ഡ്രീം ഇതൊക്കെ ഒന്നാണെന്ന് വെച്ചു. വിഷന് എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ, ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലെഗസി, ഞാൻ എന്താവണം എന്നുള്ളതിന്റെ ഒരു ഇത് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ചെറിയ ചെറിയ ഗോളുകൾ അച്ചീവ് ചെയ്ത് ചെറിയ ചെറിയ ഡ്രീമുകൾ അച്ചീവ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വിഷനിലേക്ക് എത്തുക. വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓൾ അറൗണ്ട് നമ്മൾ അവസാനം എത്തിപ്പെടേണ്ട ഒരു ഡെസ്റ്റിനേഷൻ ആണ്. അതിന് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം ആ ഒരു വിഷൻ എന്താണെന്നുള്ളത്. എന്താണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഒരു ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ള നമ്മുടെ വൈപ്പാട്ട് ക്ലിയർ ആക്കണം. നമ്മൾ വൈപ്പാട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഹൗ അല്ല നമ്മൾ പ്രശ്നം ഇവിടെ. ഹൗ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാലും പല മെത്തേഡുകൾ ഉണ്ടാവും, പലർക്കും പല അവരുടേതായിട്ടുള്ള ഇതുണ്ടാവും. അതല്ല ഇവിടെ ഇമ്പോർട്ടന്റ്. നമ്മുടെ വൈപ്പാട്ട്, ഞാൻ എന്തിനീ ബിസിനസ് ചെയ്യണം അല്ലെ. നമ്മൾ മുന്നിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വ്യക്തി ഉണ്ട് അല്ലെ, എലോൺ മസ്ക്. അദ്ദേഹം ചെറുതാകുന്ന സമയത്ത് തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് സ്വന്തമായിട്ട് 12ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ഒരു ഗെയിമിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. അദ്ദേഹം ഡ്രൈവർ ഇല്ലാത്ത അല്ലെ ടെസ്ല എന്ന് പറയുന്ന ഒരു കാറ് ഇറക്കണം എന്ന് പറയുന്ന സമയത്ത് പല ആളുകളും കളിയാക്കി ചിരിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നടക്കുമെന്ന് വെച്ചിട്ട്. ഇപ്പൊ അയാൾ പറയുന്നത് ചൊവ്വയിൽ വീട് കെട്ടി താമസിക്കണം എന്നല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വഴി എന്താണെന്നുള്ളതല്ല, നമുക്ക് ആ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ എത്തിപ്പെടും അല്ലേ. നമ്മള് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മാർഗം ഒരു തടസ്സമല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ. അപ്പം അദ്ദേഹം അതിനുള്ള വഴികൾ കണ്ടുപിടിക്കുക, എങ്ങനെ അവിടേക്ക് എത്തണം എന്താണ്. അപ്പം അത്രയും അധികം ഒരുപാട് കാര്യങ്ങളിൽ റെവല്യൂഷൻ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു വ്യക്തിയാണ് എലോൺ മസ്ക്. അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ബാക്കിയുള്ള ആളുകളൊക്കെ കളിയാക്കി ചിരിച്ചിട്ടുണ്ടായിരുന്ന സമയം ഇതൊക്കെ നടക്കുവോ അല്ലെങ്കിൽ ഭ്രാന്ത് പറയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഓരോരോ ലക്ഷ്യങ്ങളും അദ്ദേഹം നേടിയെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിഷൻ ക്ലിയർ ആയിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യാൻ നമ്മളെ വിഷൻ എന്താണെന്നുള്ളത്. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 ലക്ഷം ഉണ്ടാക്കലാണോ എന്റെ വിഷൻ, ഒരു 10 ലക്ഷം ഉണ്ടാക്കലാണോ എന്റെ വിഷൻ, അല്ലെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളെ ഹെൽപ്പ് ചെയ്യലാണോ എന്റെ വിഷൻ, ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കലാണോ എന്റെ വിഷൻ, എന്താണ് ആ ഒരു വിഷൻ. ഇന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ അതിനൊരു ക്ലാരിറ്റി വരുത്തുക. എന്താണ് ഓരോരുത്തരുടെയും വൈപ്പാട്ട്. ഈ ഒരു ബിസിനസ് എന്നില്ല, നമ്മുടെ ജീവിതത്തിന് തന്നെ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവിച്ചിട്ട് കാര്യമുള്ളൂ. ഇങ്ങനെയൊക്കെ ജീവിച്ചു മരിക്കാൻ എല്ലാവരും കൊണ്ടും ഒരു നാള് ജനിച്ചു കഴിഞ്ഞാൽ ഒരു നാള് മരിക്കും. പക്ഷെ ആ ഒരു മരണം എങ്ങനെ ആവണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. എപ്പോഴും പറയാറുണ്ട് അല്ലെ, നമ്മൾ ദരിദ്രരായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല, പക്ഷെ നമ്മൾ ദരിദ്രരായിട്ട് മരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം കുറ്റമാണ്. കാരണം ഒരുപാട് അവസരം, പ്രത്യേകിച്ച് കോയിൻഫോ ചെയ്യുന്ന ആൾക്കാർക്ക്. കാരണം ഇത്രയും വലിയൊരു ലോട്ടറിയാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത്, എന്നിട്ടും നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ
അത് നമ്മുടെ മാത്രം കുറ്റാണ്. ഒരു നാളെ നമ്മുടെ മക്കള് എപ്പോഴും എനിക്ക് പറയുന്ന പോലെ നമ്മുടെ മക്കൾക്ക് നമ്മളായിരിക്കണം ഹീറോ. അത് അവര് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇല്ലാത്തൊരു സന്ദർഭത്തിലും എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എൻ്റെ അച്ഛനെ എനിക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോയത്. ഒരിക്കൽ പോലും അവര് നമ്മളെ കുറ്റം പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കരുത്. കാരണം നമ്മുടെ കയ്യിലുള്ളത് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് തന്നെ എല്ലാവരും അവരുടെ വിഷൻ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ലൈഫില് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വേസ്റ്റ് ആയി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്യുക. രണ്ടാമത് നമ്മുടെ വിഷന് ക്ലാരിറ്റി ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് അല്ലെ, ഈ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന ആളുകൾക്ക്, സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് ഈ രണ്ട് സംഭവം, നമ്മുടെ മൈൻഡ് സെറ്റ്, ഈ ഒരു ബിസിനസ്സുമായിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് നടക്കുന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, എനിക്കൊരു വിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ ആക്ടിവിറ്റിയാണ് അല്ലെ. ഞാൻ എന്താണ് അതിലേക്ക്, അതിന്റെ ഹൗ പാർട്ടിന്റെ ആ ഒരു സംഭവം, അല്ലെങ്കിൽ എങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു അതിലേക്ക് എത്തണം എന്നുള്ള ഒരു ടാസ്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യം ഇതിൽ പ്രൊഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് അല്ലെ. നമ്മൾ എന്താണ് നമ്മുടെ ബിസിനസ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവുക, നോളജ് ഉണ്ടാക്കിയെടുക്കുക. ഇതെന്താണ് ഒരാളടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് 100% നമുക്ക് കോൺഫിഡൻസോടുകൂടി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നോളജ് നമ്മളത് 100% ആവണം. അതിനുള്ള കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് എംപവർ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ അപ്ലയൻസും നമുക്ക് വന്നിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഈ ഒരു എങ്ങനെ ഇത് പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് നമ്മൾ യൂസ് ചെയ്യണം, ഇത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ എങ്ങനെ എത്തിക്കണം എന്നുള്ളതിനൊരു വിഷന് നമുക്ക് ഉണ്ടാവുക. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ പ്ലാൻ കൊടുക്കുന്നത്. ഇൻഫർമേഷൻസ് ആയാലും ഇൻവിറ്റേഷൻ ആയാലും പ്രസന്റേഷൻ ആയാലും ഫോളോ അപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ടീമിൽ എംപവറിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്, എംപവറിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലൂടെ മാത്രമേ എംപവർ പോകുന്നത്. നമ്മുടെ ടീമിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒരാൾ വരുന്ന സമയത്ത് അവരുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ലോണം കെയർ ചെയ്യുക. നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ അവിടെ ആ കീ ഫേസിൽ 100% സേഫ് ആണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഫോണിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് ഇമ്പോർട്ട് ചെയ്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കരുത്. അവിടെ മുതൽ നമ്മൾ അവരോടുള്ള ഒരു വിശ്വാസം കീപ്പ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അത് ഐഡിയ വെച്ച് കൊടുക്കുക, പിന്നെ അവർക്കുള്ള എഡ്യൂക്കേഷൻ വെൽക്കം മീറ്റുകൾ സംഘടിപ്പിച്ചു കൊടുക്കുക. അവർ വന്ന് 24 മണിക്കൂറിനുള്ളിൽ അപ്ലയൻസുമായിട്ട് അവരെ ഇരുത്തി സംസാരിപ്പിച്ച് ഈ ഒരു ബിസിനസിന്റെയും ഈ ഒരു എംപവറിന്റെയും കാര്യങ്ങളും ഒരു അവയർനെസ് കൊടുക്കുക. ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ള മുതൽ ഒരാഴ്ച അവര് സ്ഥിരമായിട്ട് അവര് ബിസിനസ്സിൽ മോർണിംഗ് സൂമുകളായാലും ഈവനിങ് സൂമുകളായാലും അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഫോളോ അപ്പ്. നമ്മളിപ്പോ ഒരാളെ പ്ലാൻ കൊടുത്തിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത് എങ്ങനെ, രാവും പകലും ഇല്ലാണ്ട് അവരെ എന്താ പറയാ ഇറിറ്റേറ്റ് ചെയ്ത് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്തുകൊണ്ട് ഒരു പ്രോസ്പെക്ട് നമ്മൾ ഐഡിയ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നില്ല? അപ്പൊ നമുക്ക് ഐഡിയ അടിക്കുന്നവരേ ഉള്ളൂ ആ ഒരു സംഭവം. അപ്പൊ ഇവിടെ നമ്മൾ സെല് ചെയ്യുന്ന ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഇമ്പോർട്ടന്റ് എന്താണ്, ഈ ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങി വെച്ചാൽ ഇത് പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി ക്രിയേഷൻ ആണ് ചെയ്യുന്നത്, ഇത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഈ പ്രൊമോഷനിൽ 48% വരുമാനം നമുക്ക് തന്നുകൊണ്ടാണ് ഡെവലപ്പർ നമ്മളെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നത്. ഇത് പല ആളുകളും ഈ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ടോ ബ്ലോക്ക് ചെയിനെ കുറിച്ചിട്ടോ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടോ അറിയാത്ത വ്യക്തികൾ പല ആളുകൾ വന്നിട്ട് ഓരോ പ്ലാനിലും സംസാരിക്കുന്ന സമയത്ത് നമ്മളെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവരെടുത്ത് പറയേണ്ടത് ഇത്ര മാത്രമല്ല, ആദ്യം നിങ്ങൾ പഠിക്കുക, ബ്ലോക്ക് ചെയിൻ എന്താന്നുള്ളത് പഠിക്കുക, ക്രിപ്റ്റോ കറൻസി എന്താന്നുള്ളത് പഠിക്കുക, എന്നിട്ട് സംസാരിക്കാൻ വരും. അല്ലാണ്ട് എനിക്ക് നിങ്ങളത് സംസാരിക്കാനില്ല എന്നുള്ള കാര്യം പറയാനുള്ള സംഭവം നമുക്ക് വേണം. ഓക്കെ, ഇത് അറിയുന്ന വ്യക്തികളല്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ക്രോസ് ചെയ്യുന്ന വ്യക്തികളല്ല ഇതിനെ കുറിച്ചിട്ട് അറിവുള്ളവരായിക്കൊള്ളണം എന്നില്ല. അവര് എല്ലാം പോലെ ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് നമ്മളടുത്ത് സംസാരിക്കാറ്. പക്ഷെ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നോളജ് ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണെങ്കിലും ഈ ഒരു കോയിൻഫോജിന്റെ എക്കോസിസ്റ്റം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ റോഡ് മാപ്പുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതിനെ കുറിച്ചിട്ടാണെങ്കിലും നമുക്കൊരു ബോധ്യം ഉണ്ടാവണം.
ഓക്കെ, നെക്സ്റ്റ് ലീഡ്സ്. ലീഡ്സ് എന്ന് പറയുമ്പം പല ആളുകളും പല ടൈപ്പിലാണ് ലീഡ്സ് എടുക്കാറ് അല്ലെ. ലീഡ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിനെയാണ് ലീഡ്സ് എന്ന് പറയാം അല്ലെ. നമ്മള് മറ്റുള്ള ആളുകളിലേക്ക് ഈ ബിസിനസ് എത്തിച്ചു കൊടുക്കുന്നത് പല വേയിലൂടെ ആവും. ചില ആളുകൾ സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ചിട്ട് ലീഡ്സ് എടുക്കുന്ന ആളുകൾ. ലീഡ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ പുതിയ ആളുകളിലേക്ക് ഈ ഒരു ബിസിനസ്സിനെ, ഈ ഒരു പ്രൊജക്റ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ലീഡ്സ് എന്ന് പറയാം. ഇൻസ്റ്റഗ്രാമിലൂടെ ആഡ് ചെയ്തിട്ട് എടുക്കുന്നവരുണ്ടാവാം. നമുക്ക് ഡയറക്റ്റ് പോയി നമ്മുടെ റിലേഷനിലോ റിലേറ്റീവ്സിലോ കണ്ട് സംസാരിച്ചിട്ട് എടുക്കുന്നവരുണ്ടാവാം. കോളിങ്ങിലൂടെ എടുക്കുന്നവരുണ്ടാവും. കോൺഫറൻസ് കോളിലൂടെ ചെയ്യുന്നവരുണ്ട്. പല രീതിയിലാണ് ലീഡ്സ് എടുക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ചില ആൾക്കാരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മള് ബിസിനസിന്റെ പ്ലാൻ കൊടുക്കും, മൊത്തം ഒരു വാട്സപ്പിൽ വിളിച്ചിട്ട് അവര് ഇതെന്താണെന്ന് നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് തന്നെ മൊത്തത്തിൽ ഡീറ്റെയിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും. പ്ലാനും പിന്നെ അവരെ PDF-ഉം അസീം ഖാന്റെ പിന്നെ പ്ലാന്റെ പ്രസന്റേഷന്റെ ലിങ്കും അതിൽ കണ്ട എന്തൊക്കെയാണ് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ആ മൊത്തത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും. പിന്നെ അവരാ വൈക്കന്നെ വരൂല. അങ്ങനെ എല്ലാം ഒരിക്കലും നമ്മൾ ലീഡ്സ് എടുത്തു കഴിഞ്ഞാൽ അവര് നമ്മളടുത്ത് അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാൻ വേണ്ടിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവര് ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, ഇവിടെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക്. അതിനാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നേരിട്ട് പോയി അവർക്ക് ഇതെല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് അത് എന്താണെന്നുള്ള ജഡ്ജ് ചെയ്യും. അവർക്ക് പിന്നെ മൈൻഡ് സെറ്റ് അവർ ആ ഒരു ജഡ്ജ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വിളിച്ചാലും ഫോൺ എടുക്കൂല. പിന്നെ അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയേണ്ട ഒരു ആവശ്യം വരൂല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവര് നമ്മളായിട്ട് സംസാരിക്കും, നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട്, അവരെ ആവശ്യക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ അതിനുള്ള രീതിയിൽ കോൾ ചെയ്തിട്ട് അവരെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഈ വരുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവർക്ക് പുതിയ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളതല്ല. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ പിന്നെ നമ്മളെ വീണ്ടും വീണ്ടും ഇത് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് നമ്മളെ തെറ്റിതിരുത്താൻ വേണ്ടിയിട്ടും മാത്രമാണ്. കാരണം ഇന്ററാക്ട് ചെയ്ത് നമ്മളിൽ ട്രസ്റ്റ് ഉണ്ടാവുമ്പോൾ മാത്രമേ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഞാൻ സംസാരിക്കാത്ത ഒരാള്, ഞാൻ കാണാത്ത ഒരാള്, എന്നിട്ടൊരു പരിചയമില്ലാത്ത ആള് ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഈ ഒരു ഇതിലേക്ക് വന്നോളണമെന്നില്ല. ആദ്യം നമ്മൾ അവരെ സംസാരിക്കുക, അവരെ കേൾക്കാൻ റെഡി ആവുക, അവരെ ക്വസ്റ്റ്യൻസ്, നമ്മളെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരുടെ അടുത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അവരെ ക്ലോസ് ചെയ്യാനുള്ള മാർഗമാണ് നമ്മൾ അവരെ കൂടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഭയങ്കരമായിട്ട് ഡീപ്പിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റും. അവര് പ്രശ്നങ്ങളൊക്കെ അവര് നമ്മളടുത്ത് പറയും, അവരെന്താണോ. അപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ് നല്ല രീതിക്ക് അവരെ സൊല്യൂഷൻസ് ആയിട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഇതെന്താ ഒരു ടാപ്പ് റെക്കോർഡർ പോലെ നമ്മൾ പറയുന്നത് മാത്രം കേൾക്കാനുള്ള ഒരാളുകളായിട്ട് നമ്മൾ അവിടെ മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരായിട്ട് സംസാരിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്താണ്, എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ, അവരെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ്, എന്തുകൊണ്ട് അവർ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം നോക്കുന്നു, ഇങ്ങനെ രീതിയിൽ അവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഇരുന്നാൽ അവരോ അതിനുള്ള ആൻസറുകൾ പറഞ്ഞെന്ന് അവര് നമ്മളടുത്ത് ഇന്ററാക്ട് ചെയ്ത് അവരെ ഡീപ്പിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ലീഡ്സ് എടുക്കുന്ന സമയത്ത് അല്ലെ പുതിയ ഫ്രണ്ട്സിനെ നമ്മള് ബിസിനസ് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നാലാമത്തെ നമ്മുടെ മാർക്കറ്റിംഗ് എലമെന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലീഡ്സ് എടുക്കുമ്പോഴുള്ള ഇതാണ്. പിന്നെ നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ അല്ലെ. പ്രസന്റേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, നമ്മൾ ഇത് അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുക്കല്ല വേണ്ടത്. ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവം. ഇത് നമുക്കൊരുപാട് നോളജ് ഉണ്ടാവും. ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ള അറിയാം, ഇപ്പത്തെ മാർക്കറ്റിംഗ് ട്രെൻഡ് എന്താന്നുള്ളത് അറിയാം. കാരണം നമ്മൾ ഡെയിലി കേട്ടോണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. ഈ ഒരു ഈ ക്രിപ്റ്റോ കറൻസി റെവല്യൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ അറിവ് മൊത്തം അവിടെ കൊണ്ടുപോയി ഛർദ്ദിക്കലല്ല ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അവരെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഭവം നമ്മളവിടെ കൊടുക്കലാണ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് സെല്ല്, നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യലല്ല ഒരു പ്രസന്റേഷൻ.
ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസി സെല്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതെടുത്തത് അതല്ല അവിടെ. അവരിതെടുത്തത് കൊണ്ട് അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവരെ നമുക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിലൊക്കെ അവർക്ക് വരുമാനമായി കൊടുക്കാൻ പറ്റും, ഈ ഒരു ട്രസ്റ്റ് അവരിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സെല്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തൊക്കെ പറയല്, ആ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളൊക്കെ മൊത്തം പറയല്ലേ, ക്രിപ്റ്റോ കറൻസി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ മൊത്തം അങ്ങോട്ട് പറയും. പക്ഷെ ആ ഒരു ഇത് ചെയ്തത് കൊണ്ട് അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. അപ്പൊ പ്രസന്റേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ മേന്മകളെ കുറിച്ച് മാത്രം പറയലല്ല, അവർക്ക് അതുകൊണ്ട് എന്ത് യൂസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രസന്റേഷൻ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്നും അപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ നിൽക്കാണ്ടിരിക്കുക. കുറച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. കാരണം അപ്ലൈന് ഒരുപാട് ടീമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്നും നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയില്ല. നമ്മൾ കംപ്ലൈൻസുകളും ജഡ്ജ്മെന്റുകളും പോയി കഴിഞ്ഞാൽ, ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഒരിക്കലും സക്സസ് ആവില്ല. എല്ലാവരും സെൽഫ് ഡിപ്പെൻഡന്റ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സെൽഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എന്ന് വെച്ചിട്ട് അപ്ലൈനെ മൈൻഡ് ചെയ്യണ്ടല്ല, അപ്ലൈനോട് പറയണ്ട എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടും അതിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ആ സിസ്റ്റത്തിലൂടെ തന്നെ കൊണ്ടുപോകും. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ എന്താണോ അതന്നെ എന്റെ ടീം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആ ക്യാമറ ഓൺ ആക്കി ഇരിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ മൊത്തം ക്യാമറ ഓൺ ആക്കാത്ത സിറ്റുവേഷനേ വരുള്ളൂ. നമ്മൾ അപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ മൊത്തം ആ അപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ കഴിവുകളും നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ചിലപ്പോൾ നമുക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ വ്യക്തികൾക്കും പല രീതിയിൽ ടെക്നിക്കൽ കൈകാര്യം ചെയ്യാൻ ചില ആളുകൾക്ക്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ എടുത്തോ, ഈ 11 ഫാസ്റ്റ് ട്രാക്കേഴ്സിനും 11 കഴിവുകളാണുള്ളത് അല്ലെ. 11 ഫാസ്റ്റ് ട്രാക്കേഴ്സിനും ഈ 11 കഴിവുകൾ കൂടി ചേരുമ്പോഴാണ് എംപവറിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെയുള്ള ആളുകളെ നമ്മുടെ ടീമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് ഓരോ ടീമിന്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എല്ലാം ഞാൻ തന്നെ മതി, ഞാൻ തന്നെയാണ് ഓൾ ഇൻ ഓൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് വരെ എവിടെയും സക്സസ് ആയിട്ടില്ല അല്ലേ. നമുക്കറിയാം KGF എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിനുള്ള കാലിബറും ഓരോ ഇതും ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പൊ ഡിജിറ്റൽ ഡയമണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ലീഡേഴ്സിനും അത് കൊണ്ട് നടക്കാനുള്ള കാലിബർ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം ഓരോ ടീമിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അവരുടെ ലീഡിൽ, പക്ഷെ നമ്മൾ അവിടെ അവർക്കുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മളുടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവിടെ സക്സസ് ഉണ്ടാവുള്ളൂ. അവർക്ക് ഫ്രീഡം ഉണ്ടാവുള്ളൂ. അവർക്ക് ആ ഒരു ടീമിനെ കൊണ്ടുപോകാനുള്ള ഒരു എന്നും നമ്മൾ പറയുന്നത് കേൾക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പം അല്ലെ, നമ്മളൊരു ബോസ് ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും. അവരതുവരെ ഒരു ബോസിന്റെ കീഴിലോ മാനേജറുടെ കീഴിലോ അവർ പറയുന്നത് കേട്ട് ജോലി എടുത്തിട്ടുള്ള ഒരു വ്യക്തി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ അവിടെ കൊടുക്കേണ്ടത് നമുക്ക് അവരെ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് നമ്മൾ അവിടെ അവരെ കൺട്രോൾ ചെയ്യല്ല വേണ്ടത്. അപ്പം അതുപോലെയുള്ള ലീഡേഴ്സിനെ നമ്മുടെ ടീമിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടീമാണ്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടാവുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ടീമിൽ നിന്ന് അതിനുള്ള ഓരോ കാലിബറുള്ള ആളുകളെ നമുക്കറിയാം അല്ലെ. വന്നു കഴിയുമ്പോൾ നമുക്കൊരു വ്യക്തികളെ ഒരു മാസത്തിന്റെ ഒബ്സർവേഷനിലൂടെ അവരെ കഴിവുകൾ എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ആ ഒരു കഴിവില് അവർക്ക് അവിടെ അവസരങ്ങൾ കൊടുക്കുക, അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്തും അവരെ ഏൽപ്പിക്കുമ്പോഴാണ് അവർക്കൊരു ഉത്തരവാദിത്വത്തോടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. നമ്മൾ അതിനുള്ള അധികാരം കൊടുത്തില്ല എങ്കിൽ അവിടെ ഒന്നും നടക്കൂല. നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ? ഒരുപാട് വലിയൊരു ടീം ഉണ്ടാകുന്ന സമയത്ത് എല്ലായിടത്തും നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ ഓരോരുത്തർക്ക് അവരുടെ അർഹിക്കുന്ന രീതിയിൽ അവരുടെ കഴിവിനനുസരിച്ചിട്ട് നമ്മുടെ അധികാരം നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാത്രമേ ഒരു ടീം വളരുള്ളൂ.
ഓക്കെ, നമ്മൾ വിചാരിക്കാണ് അമീൻക്ക് തന്നെയാണ് ഈ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെയും നടക്കൂല. ഇപ്പൊ ടെക്നിക്കൽ കാര്യങ്ങൾ അസീംക്ക് ചെയ്യുന്നുണ്ട്, ടീമിന്റെ പ്രശ്നങ്ങൾ ഇല്യാസ്ക്ക് ചെയ്യുന്നുണ്ട്, ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമീൻക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ നമ്മുടെ ഓരോ എന്താ പറയാ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഫിറോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും പല ആളുകളെടുത്ത് എത്തുമ്പോഴേ ഉള്ളൂ ഉള്ള ആളുകൾക്കും ഒരു റിലാക്സ് ഉണ്ടാവുള്ളൂ. ഈ ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു അവർക്കൊരു അധികാരം കിട്ടി, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും അതിനോടുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ അല്ല, എപ്പോഴും പറയാനുണ്ടല്ലേ, ഇറ്റ് ഈസ് നോട്ട് എ പൊസിഷൻ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ലീഡർഷിപ്പ് ഗൈഡ് ചെയ്യാൻ, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാന് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ ഇൻസ്പയർ ചെയ്യാന്, ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് നമ്മുടെ സക്സസ്. എന്നും നമ്മളൊരു ലീഡർ ആയിരിക്കുക എന്നുള്ളതല്ല, നമ്മളെക്കാൾ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് പല മേഖലകളിലും പല ഇതിലും. അവരെ അത്രയും ആളുകളെ നമ്മളെ ടീമിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ഒരു ടീമിനെ പല സെപ്പറേറ്റ് ചെയ്തിട്ട് ചെറിയ 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 സബ് ടീമുകളായിട്ട് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടീമിന്റെ സക്സസ് ആണത്. എന്നും ഒരു ടീമായിട്ട് നിലകൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വളർച്ചയില്ല എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അപ്പം ഓരോ ടീമിനെയും അവരെ വ്യക്തിപരമായിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടീമിനെ സബ് ടീമുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക, എങ്കിലും മാത്രമേ ഇവിടെ സ്റ്റാർട്ടിങ്ങില് 8 or 10 ടീമുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന എംപവറിന് ഇന്ന് 23-ലധികം വലിയ ടീമുകൾ തന്നെ ഉണ്ട്. അതിന്റെ ഇടയിലൊക്കെ സബ് ടീമുകളായിട്ട് വേറെയുണ്ട് അല്ലെ. നമ്മളെ കോൺടെസ്റ്റിലൊക്കെ മത്സരിച്ചിട്ട് 23ഓളം ടീമുകൾ എംപവറിന് ഇന്നുണ്ട്. പക്ഷെ ചെറിയ ചെറിയ ടീമുകൾ അവിടെ വേറെയും. ഇനി നെക്സ്റ്റ് കോൺടെസ്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്തായാലും ഒരു 25-26-ലധികം ടീമും. കാരണം ഓരോ ടീമുകളും പുതുതായിട്ട് അവർ സ്വയം പര്യാപ്തരായി വന്നിട്ടുണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക്. എനിക്ക് എന്റെ ടീമിനെ ഒറ്റക്ക് കൊണ്ടുപോവാൻ പറ്റുമെന്നുള്ളത് അപ്ലയൻസ് ബോധ്യമായ ആളുകളെ അവർ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളും ചെയ്തു എങ്കിലും മാത്രം ഇവിടെ ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ പൊസിഷൻ ഓരോരുത്തർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും അല്ലെ റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്നത്, അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം. ഒരാൾ എത്ര ഫോട്ടോ എടുത്തിട്ടും അല്ലെങ്കിൽ ഒരാൾ എത്ര പിന്നെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടും നമ്മളത് കണ്ടില്ല, അല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഈഗോന്റെ പ്രശ്നമാണ്. അപ്പോൾ ഓരോ ടീമിനെയും സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് സബ് ടീമുകളാക്കി മാറ്റി അവർക്കുള്ള ഹെൽപ്പുകൾ കൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ടീമിനെ വളർത്തി അവർക്കുള്ള ഗൈഡ് ലൈനും ഇൻസ്പിറേഷനും കൊടുത്തിട്ട് നമ്മൾ ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിക്ക് സൂക്ഷിക്കുക. പിന്നെ നമ്മളെ ചെറുതായിട്ട് നമ്മളെ ഈസി ഡെയിലി റുട്ടീൻസ് നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ബിസിനസ്സിന് നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ട സ്റ്റാർട്ടിങ്ങിൽ വന്ന അല്ലെങ്കിൽ ന്യൂ ബിഗിനേഴ്സിനെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്താ പറയാ ഡെയിലി ഒരു 10 പേരെടുത്തെങ്കിലും സംസാരിക്കുക ബിസിനസ്സിനെ കുറിച്ച്, ഇൻവിറ്റേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ആളാണ് അല്ലെ എനിക്ക് നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്, ഈ ബിസിനസ് വന്നതിന് ശേഷമാണ് അവര് പരിചയപ്പെടുക നീ സ്റ്റാർട്ട്. അപ്പൊ നമ്മള് ഇൻഫർമേഷൻ കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് മറ്റുള്ള ആളുകൾ അവരെ ഐഡിയ അടിച്ചിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അത്രയും കാലം നമ്മളെ കൂടെ നടന്നിട്ടുള്ള വ്യക്തിയാവും നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല, അപ്പൊ വേറെ ആരോ കൊടുത്തതിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ ഒരാളെടുത്ത്. കാരണം നമ്മളൊരു ഷോപ്പ് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യലെന്താ, അതിന്റെ ഒരു ഇപ്പൊ മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നോട്ടീസ് അടിച്ചിട്ട് ഇറക്കൂലേ. എല്ലാവരുടെ അടുത്തും നമ്മൾ ഈ ഒരു ഷോപ്പ് ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കും. വരുന്ന അവർക്ക് ആ ഷോപ്പിലുള്ള സാധനങ്ങൾക്ക് ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അവർ ഓർക്കും, അന്ന് അങ്ങനെ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ.
അപ്പോൾ അതേപോലെ നമ്മൾ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കണം, ഇൻവിറ്റേഷൻ കൊടുക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമാണ് എന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ. അപ്പൊ ആ വ്യക്തി ഇങ്ങനെ ആരെങ്കിലും ഒരു ആവശ്യം പറയുന്ന സമയത്ത് ഈ ഞാന് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ എന്റെ അടുത്ത ക്ലോസ് ഫ്രണ്ടിന് ഞാൻ ഇവരെടുത്ത് ചോദിക്കട്ടെ എന്നുള്ള ആ ഒരു ഇത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അറിയണ്ടേ നമ്മളിത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഐഡിയ അടിച്ചിട്ട് നമ്മൾ പറയും, അവര് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടാവും, ഒരു പരിചയവും ഉണ്ടാവില്ല തമ്മില്. പക്ഷെ ക്ലോസ് ചെയ്യാൻ അയാൾക്കാണ് അതിനുള്ളത്, ഫോളോ അപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ അയാൾക്ക് അതിനുള്ള കഴിവുള്ളതുകൊണ്ട് അയാൾ ക്ലോസ് ചെയ്ത്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അയാളോട് പറഞ്ഞിട്ട് പോലുമില്ല നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം നമ്മളൊരു 10 പേരെടുത്തെങ്കിലും നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക. വെറുതെ വിളിച്ചിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട് എന്ന് പറയല്ല. എപ്പോഴും പറയാറുണ്ട്, ആളുകളെ വിളിച്ച് സംസാരിച്ച് അവര് വിശേഷങ്ങൾ ചോദിച്ച് ഇത് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവിടെ ഇൻഫർമേഷൻസ് കൊടുക്കുക. ഓക്കെ. പിന്നെ ഫോളോ അപ്പ് വിത്ത് 5 നമ്മൾ ഒരുപാട് ആളുകൾക്ക് പ്ലാൻ കൊടുത്തിട്ടുണ്ടല്ലേ. 100-ൽ എന്തായാലും ഒരു 100, 150, 200 ആളുകൾക്ക് ഒരു 3 മാസം 4 മാസം ആയ ആളുകൾ പ്ലാൻ കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ ഇതുവരെ ഒരാൾ നോ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു 10 പേരിൽ അല്ല 100 പേരിൽ ഒരു 2 പേര് പറയാനേ ഉള്ളൂ ഒരു കോയിൻ ഫോർജിൽ നോ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം ഒരു ആള് നോ പറഞ്ഞിട്ടുണ്ടാവില്ല. അതിൽ 5 പേരെടുത്ത് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നമ്മളെ ടീമിലുള്ള ഒരാളെയെങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ഒരു ദിവസം അല്ലെ, ഒരാൾക്കെങ്കിലും നമ്മുടെ ബിസിനസിന്റെ ഇൻഫർമേഷൻ, ബിസിനസിന്റെ ട്രെയിനിങ് അല്ലെങ്കിൽ ബിസിനസിന്റെ നോളജ് നമ്മൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് ഈ ഒരു ബിസിനസ് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അവർക്കുള്ള ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവരെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി റെഡി ആവുക എന്നുള്ളത്. ഒരു മൊത്തത്തിൽ ടീം മീറ്റ് വിളിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്തിട്ട് അവനെ ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് എന്താ വേണ്ടത് നമുക്കറിയാലോ. ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ അയാളുടെ കഴിവുകൾ എന്താന്നുള്ളത്, അയാൾ ഏത് മേഖലയിൽ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നുള്ളത്, നമ്മുടെ ടീമിലേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് അയാളെ ഏത് രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ടീമിനെ അയാളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്കറിയാം. അപ്പൊ അതിനുള്ള ഇൻഫർമേഷൻസും അതിനുള്ള ടീച്ചിങ്ങും അതിനുള്ള ഗൈഡ് ലൈനും നമ്മൾ അവർക്ക് കൊടുക്കുക. ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കാൻ റെഡി ആവുക. ഒരു 15 ഞാൻ എല്ലാം തികഞ്ഞു, ഞാൻ ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ളത് പഠിച്ചു, ബ്ലോക്ക് ചെയിൻ എന്താ പഠിച്ചു, ഡിസെൻട്രലൈസേഷൻ എന്താ പഠിച്ചു, എനിക്കൊന്നും പഠിക്കാനില്ല എന്നുള്ളതാണോ? എവരി മൊമെന്റ് അല്ലെ, എവരി ഡേ നമ്മൾ മരിക്കുന്നവരെ നമ്മൾ സ്റ്റുഡന്റ് ആവാന്ന് പറയാറുണ്ട് അല്ലെ. ഓരോ ദിവസവും നമ്മൾ പഠിക്കാൻ റെഡി ആവും. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. ഇന്ന് നമുക്കത് പഠിക്കാനുള്ള ഒരുപാട് സിറ്റുവേഷൻസും ഉണ്ട് അല്ലെ. സോഷ്യൽ മീഡിയ വഴിയാണെന്നുണ്ടെങ്കിലും ഇതാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് വഴികൾ നമുക്കുണ്ട്. അതന്നെ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എവറി ഡേ നമ്മൾ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ ടീം ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വിരൽ നമുക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സക്സസ്. നമ്മൾ മൊത്തത്തിൽ ഒരു മല ഒരുമിച്ച് അങ്ങോട്ട് കയറലല്ല, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവിടേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു സ്റ്റെപ്പ് എടുത്തേക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സക്സസ് ആയി എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ നിന്നാണ് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എവറി ഡേ യു ഗ്രോ യുവർ ബിസിനസ് ആൻഡ് യുവർ ടീം. നമ്മുടെ ബിസിനസിനെയും നമ്മുടെ ടീമിനെയും നമ്മൾ വളർത്തുക എന്നുള്ളത്. അപ്പൊ ഓക്കെ, താങ്ക് യു. എന്താണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും